യുഎസും റഷ്യയും ഇന്ത്യയും യുഎഇയും അടക്കമുള്ള രാജ്യങ്ങൾ വൻതോതിൽ കരുതൽ ധനശേഖരമായി സ്വർണം വാങ്ങിക്കൂട്ടുകയാണ്. സ്വർണ്ണവില ഇത്രയധികം വർദ്ധിക്കുന്നതിൽ നിർണായകമായതിന് പിന്നിലെ ഒരു പ്രധാന ഘടകം സെൻട്രൽ ബാങ്കുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഈ ഡിമാൻഡായിരുന്നു. എന്നാൽ സ്വർണത്തിന് പകരം വെള്ളിയിലാണ് സൗദി അറേബ്യയുടെ കണ്ണ്. വൻതോതിലുള്ള വെള്ളിയാണ് സൗദി സെൻട്രൽ ബാങ്ക് വഴി വാങ്ങിക്കൂട്ടുന്നത്. സൗദി അറേബ്യയുടെ കേന്ദ്ര ബാങ്ക് വെള്ളിയിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നു എന്ന വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ അപ്രതീക്ഷിത നീക്കം പലരിലും ആശയക്കുഴപ്പവും സൃഷ്ടിച്ചു. വെള്ളിയെ സ്വർണത്തിന് പകരം ഒരു പ്രധാന ആസ്തിയായി കാണുന്നതിൽ വലിയ മാറ്റത്തിന്റെ സൂചന നൽകുന്നതായി സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. വെള്ളിയുടെ ആഗോള ഡിമാൻഡ് വർദ്ധിക്കുന്നതിനൊപ്പം വിതരണം കുറയുമെന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. 2025 വെള്ളി സ്വർണത്തെ മറികടന്ന് 40% വില വർധന നേടി. വെള്ളിക്ക് ആഭരണങ്ങൾ എന്ന നിലയിൽ മാത്രമല്ല, ഇലക്ട്രോണിക്സ്, 5G അടിസ്ഥാന സൗകര്യങ്ങൾ, സോളാർ പാനലുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയിൽ നിന്നും വലിയ ഡിമാൻഡാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ബാറ്ററി സിസ്റ്റങ്ങൾ, ചാർജിംഗ് യൂണിറ്റുകൾ എന്നിവയിലും വെള്ളി വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അസാധാരണമായ വൈദ്യുത ചാലകത കാരണം സെമി കണ്ടക്ടർ നിർമ്മാണത്തിലും സെർവർ കൂളിംഗിലും വെള്ളി ഉപയോഗിക്കുന്നു. സ്വർണത്തെക്കാൾ വെള്ളിയിൽ നിക്ഷേപിക്കുന്നതാണ് ഉചിതമെന്നാണ് വിദഗ്ധർ പറയുന്നത്.